നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഇതുപോലെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാം കേട്ടോ. അതിന് ക്യാരറ്റ് ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, അതേപോലെ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് പച്ചമുളക്, വറ്റൽമുളക്, വേപ്പില, പിന്നെ തേങ്ങ. അത്രയും സാധനങ്ങൾ നമ്മൾക്ക് വേണം. പിന്നെ നമുക്ക് വറുത്തിടാനായിട്ട് കടുക് വേണം. പിന്നെ ചുവന്ന കുറച്ച് പരിപ്പ് കഴുകി വാറ്റി വെച്ചത്. ഇതിലാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ക്യാരറ്റ്. ഇതേപോലെ ചെയ്ത് എണ്ണ അടപ്പത്ത് വെച്ച് ചൂടായിട്ട് നമ്മളിതാ കടുക് ഇട്ടു. കടുക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചുവന്ന പരിപ്പ് നമുക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാവുമ്പോൾ പിന്നെ നമുക്കതിൻ്റെ കൂടെ പച്ചമുളക്, പിന്നെ വറ്റൽമുളകും വേപ്പലയും എല്ലാം കൂടെ നമുക്കൊന്ന് ഇടാം കേട്ടോ. അത് ഇട്ടിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഇതേപോലെ പച്ചമുളക് ഒന്ന് ഒരു എന്താ പറയുക ഒന്ന് വറവ് ശരിയാവുന്നത് കഴിയുമ്പോൾ നമ്മൾക്കിതാ ഇതിൽ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഫുള്ള് നമുക്ക് അതിലിടാം. അതിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനൊക്കെയുള്ള ഉപ്പും കൂടെ ഇടണം കേട്ടോ. ഇതിൽ ഈ സമയത്ത് ഇതേപോലെ നമ്മൾക്ക് തീരെ വെള്ളമില്ലാതെ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കി നന്നായിട്ട് മുഴുവൻ ക്യാരറ്റും ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി വറ്റിച്ച് വെള്ളം അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ അവസാനമാവാൻ നിൽക്കരുത്. ഇപ്പം തന്നെ നമ്മൾക്ക് കുറച്ച് ഉപ്പ് ഇടാം. ഇത് നമുക്ക് ഹിമാലയ ഉപ്പ് എന്നൊക്കെ പറയുന്ന പോലെ പിങ്ക് സാൾട്ടാണ് കേട്ടോ. അത് ഇട്ടിട്ട് ഇതും ഇളക്കി ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി വെള്ളമില്ലാതെ ഇത്തിരി ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മൾക്കിത് ഇതേപോലെ കിട്ടുള്ളൂ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾക്കിത് തേങ്ങ ഇടാം. ഒരുപാട് വേവാൻ നിൽക്കണ്ട, വേവുന്നേക്കാളും മുന്നേ തേങ്ങ. അപ്പോൾ അങ്ങനെ വേവുന്നേക്കാളും മുമ്പ് നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി ഈ തേങ്ങയുടെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് നമുക്ക് ഈ ക്യാരറ്റിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഇതേപോലെ നമ്മൾക്ക് ആ സെയിം ടൈമിന് ഇട്ട് കഴിഞ്ഞത് ഇതുപോലെ നമ്മൾക്ക് ഡ്രൈ ആയിട്ട് നമുക്ക് ക്യാരറ്റ് കിട്ടും ഇതേപോലെ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഇടണം തേങ്ങ കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ നമ്മൾക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതലിടണം കേട്ടോ, എങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എപ്പോഴും കുറച്ച് മുന്നിൽ നിൽക്കണം വരും, കാരണം ക്യാരറ്റിന് മധുരമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കുറച്ച് എല്ലാ കറിയിലും ഇടുന്നേക്കാളും ഒരു 2 പച്ചമുളക് കൂടുതൽ നമ്മളിതിലിട്ടിട്ട് വേണം തയ്യാറാക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ നോക്കി നോക്കൂ, ഇതേപോലെ ഇളക്കി വറ്റിച്ച് എടുത്തു കഴിഞ്ഞത് സൂപ്പർ ടേസ്റ്റിലുള്ള ക്യാരറ്റ് തോരൻ റെഡി.